എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ് ഇംഗ്ലീഷിലെ ആദ്യ ചാപ്റ്ററായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തൊരു കുട്ടിയാണ് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായി ശ്രദ്ധിക്കുക. കൂടാതെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിരവധി അപ്ഡേറ്റുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ മുത്തശ്ശിയും അതോടൊപ്പം തന്നെ മണിയും യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുമ്പിൽ അതോടൊപ്പം തന്നെ ബസ്സിൻ്റെ മുകളിലും ആയി നിരവധി കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും ഉണ്ടാകുന്നതാണ് നമ്മൾ അവസാനമായി കണ്ടത്. അപ്പോൾ ബാക്കി എന്താണെന്ന് നോക്കാം. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. The driver kept backing until they were well away from the landslide. Then everyone tumbled out of the bus. They could tell it would take days to clear the road. Most of the passengers decided to return to Nain with the bus, but a few bold spirits agreed to walk to Mussoorie, taking a shortcut up the mountain which would bypass the landslide. Mani looked at Granny. എനിക്ക് ഒരിക്കലും മോട്ടോർ റോഡുകളിൽ വിശ്വാസമില്ലായിരുന്നു, മുത്തശ്ശി പറഞ്ഞു. മണ്ണിടിച്ചിലിൽ നിന്ന് വളരെ അകലെയാകുന്നതുവരെ ഡ്രൈവർ പിന്നോട്ട് പോയി. പിന്നീട് എല്ലാവരും ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീണു. റോഡ് വൃത്തിയാക്കാൻ ദിവസങ്ങളെടുക്കുമെന്ന് അവർക്ക് മനസ്സിലായി. മിക്ക യാത്രക്കാരും ബസ്സുമായി നൈനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ ചില ധീരരായ ആത്മാക്കൾ മസൂറിയിലേക്ക് നടക്കാൻ സമ്മതിച്ചു. മണ്ണിടിച്ചിലിനെ മറികടക്കുന്ന മലയിലൂടെ ഒരു കുറുക്കുവഴിയിലൂടെ കയറി മണി മുത്തശ്ശിയെ നോക്കി. ഷാൽ വി ഗോ ബാക്ക്? ഇറ്റ്സ് ഓൺലി 10 miles, സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമുക്ക് തിരിച്ചു പോയാലോ? 10 മൈൽ മാത്രമേ ഉള്ളൂ, മുത്തശ്ശി പറഞ്ഞു. നമ്മൾ ഇന്നലെ അത് ചെയ്തു. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദി ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി were on their own. Their village was hidden by the range of the north. Far below rushed the river. Far above circled a golden eagle. Did you bring any food from uncle's house? asked Mani. അങ്ങനെ അവർ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കയറാൻ തുടങ്ങി. മലയുടെ മുകളിൽ എത്തിയപ്പോഴേക്കും മുത്തശ്ശിയും മണിയും ഒറ്റക്കായിരുന്നു. വടക്കുള്ള ഒരു മലനിരയാൽ അവരുടെ ഗ്രാമം മറഞ്ഞിരുന്നു. വളരെ താഴെയായി നദി ഒഴുകിക്കൊണ്ടിരുന്നു. വളരെ മുകളിൽ ഒരു സ്വർണ്ണ കഴുകൻ വട്ടമിട്ടു. അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നോ? മണി ചോദിച്ചു. നാച്ചുറലി, സെഡ് ഗ്രാനി. ഐ ന്യൂ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. സ്വാഭാവികമായും, മുത്തശ്ശി പറഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് വിശക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ അമ്മാവൻ്റെ തോട്ടത്തിൽ നിന്ന് പക്കോടകളും ബണ്ണുകളും പീച്ചുകളും ഉണ്ട്. ഗുഡ്, സെഡ് മണി, ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. വി വിൽ സ്റ്റോപ്പ് വെൻ യു വർ ടയേർഡ്, ഗ്രാനി. ഓ, ഐ ക്യാൻ വാക്ക് ഫോർ എവർ, സെഡ് ഗ്രാനി, ലാഫിംഗ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്. ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. കൊള്ളാം, മണി ക്ഷീണം മറന്നു പറഞ്ഞു. നമ്മൾ പോകുമ്പോൾ കഴിക്കാം. നീ ക്ഷീണിക്കുമ്പോൾ നമുക്ക് നിർത്താം, മുത്തശ്ശി. ഓ,
എനിക്ക് എന്നേക്കും നടക്കാൻ കഴിയും. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ മഴ പെയ്താൽ നടക്കില്ല. ഈ കുട നന്നായി ചോരും. Down again they went, and up the next mountain, and over the windswept hillsides, and up through a dark, gloomy deodar forest. And then, just as it was getting dark, they saw the lights of Missouri twinkling ahead of them. വീണ്ടും അവർ താഴേക്ക് പോയി. അടുത്ത മല കയറി. കാറ്റ് വീശുന്ന നഗ്നമായ കുന്നിൻ ചെരുവുകൾ കടന്ന് ഇരുണ്ട ദേവദാരു വനത്തിലൂടെ കയറി. പിന്നെ ഇരുട്ട് വീഴുമ്പോൾ മസൂറിയുടെ വെളിച്ചങ്ങൾ അവരുടെ മുന്നിൽ മിന്നിമറയുന്നത് അവർ കണ്ടു. As they came nearer, the lights increased until presently they were in a brightly lit bazaar. Jostled in the crowd, Granny kept one hand firmly on Money's shoulder so that she did not lose him. അവർ അടുത്തെത്തുമ്പോൾ വെളിച്ചം കൂടി വന്നു. അപ്പോഴേക്കും അവർ ഒരു പ്രകാശിതമായ ചന്തയിലായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ തടിച്ചുകൂടിയ മുത്തശ്ശി മണിയെ നഷ്ടപ്പെടാതിരിക്കാൻ അവൻ്റെ തോളിൽ ഒരു കൈ ഉറപ്പിച്ചു വെച്ചു. They asked around for the cheapest hotel, but there were no cheap hotels, so they spent the night in a ധരംശാല adjoining the temple. വില കുറഞ്ഞ ഹോട്ടൽ ഏതാണെന്ന് അവർ ചോദിച്ചു നോക്കി. പക്ഷേ വില കുറഞ്ഞ ഹോട്ടലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു ധർമ്മശാലയിൽ രാത്രി കഴിച്ചുകൂട്ടി. Next morning, at the eye hospital, they joined a long queue of patients. The eye specialist, a portly man in a suit and tie, dealt with the patients in a brisk but kind manner. After an hour's wait, Granny's turn came. പിറ്റേന്ന് രാവിലെ കണ്ണാശുപത്രിയിൽ രോഗികളുടെ നീണ്ട നിരയിൽ അവർ ചേർന്നു. സ്യൂട്ടും ടൈയും തടിച്ച കണ്ണ് വിദഗ്ധൻ രോഗികളെ വളരെ വേഗത്തിൽ എന്നാൽ ദയയോടെ കൈകാര്യം ചെയ്തു. 1 മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം മുത്തശ്ശിയുടെ ഊഴമെത്തി. The doctor took one horrified look at Granny's glasses and dropped them in a wastebasket. ഡോക്ടർ മുത്തശ്ശിയുടെ കണ്ണടയിലേക്ക് ഭയത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് അത് ഒരു മാലിന്യക്കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞു. Then he fished them out and placed them on his desk and said, on one second thought, I think I will send them to a museum. You should have changed your glasses years ago. They have probably done more harm than good. പിന്നെ ഡോക്ടർ അവയെ പുറത്തെടുത്ത് തൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, രണ്ടാമതായി ആലോചിച്ചാൽ ഞാൻ അവയെ ഒരു മ്യൂസിയത്തിലേക്ക് അയക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണട മാറ്റേണ്ടതായിരുന്നു. അവ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തിട്ടുണ്ടാകും. He examined Granny's eyes and said, your eyes are very weak, but you were not going blind. We will fit you up with a stronger pair of glasses. Then he placed her in front of a board covered with letters in English and Hindi, large and small, and asked Granny if she could make them out. മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ വളരെ ദുർബലമാണ്. പക്ഷേ നിങ്ങൾ അന്ധ ആകാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ ഒരു കണ്ണട നൽകാം. എന്നിട്ട്
അയാൾ അവരോട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വലുതും ചെറുതുമായ അക്ഷരങ്ങൾ കൊണ്ട് ഒരു ബോർഡ് മുന്നിൽ നിർത്തി മുത്തശ്ശിയോട് അവ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. "ഐ കാൻറ്റ് ഈവൻ സീ ദ ബോർഡ്," സെഡ് ഗ്രാനി. "വെൽ, ക്യാൻ യു സീ മീ?" ആസ്ക്ഡ് ദ ഡോക്ടർ. "സം ഓഫ് യു," സെഡ് ഗ്രാനി. "എനിക്ക് ബോർഡ് പോലും കാണാൻ കഴിയുന്നില്ല," മുത്തശ്ശി പറഞ്ഞു. "ശരി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമോ?" ഡോക്ടർ ചോദിച്ചു. "നിങ്ങളിൽ ചിലർ," മുത്തശ്ശി പറഞ്ഞു. "ഐ വാണ്ട് യു ടു സീ all of me," said the doctor, and he balanced a wire frame on Granny's nose and began trying out different lenses. "നിങ്ങളെല്ലാവരെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു," ഡോക്ടർ പറഞ്ഞു. മുത്തശ്ശിയുടെ മൂക്കിൽ ഒരു വയർ ഫ്രെയിം ബാലൻസ് ചെയ്ത് വ്യത്യസ്തമായ ലെൻസുകൾ പരീക്ഷിച്ചു തുടങ്ങി. Suddenly, Granny could see much better. She saw the board and the biggest letters on it. പെട്ടെന്ന് മുത്തശ്ശിക്ക് കൂടുതൽ നന്നായി കാണാൻ കഴിഞ്ഞു. അവർക്ക് ബോർഡും അതിലെ ഏറ്റവും വലിയ അക്ഷരങ്ങളും കാണാൻ സാധിച്ചു. "Can you see me now?" asked the doctor. "എന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ?" ഡോക്ടർ ചോദിച്ചു. "Most of you," said Granny, and then added, "By way of being helpful, there's quite a lot of you to see." നിങ്ങളിൽ മിക്കവരും, മുത്തശ്ശി പറഞ്ഞു. എന്നിട്ട് സഹായകരമായ ഒരു വിധത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരുപാട് പേരെ കാണാനുണ്ട്. "Thank you," said the doctor. "And now turn around and tell me if you can see your grandson." നന്ദി, ഡോക്ടർ പറഞ്ഞു. ഇനി തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ പേരക്കുട്ടിയെ കാണാൻ കഴിയുമോ എന്ന് പറയൂ. Granny turned and saw Mani clearly for the first time in many years. മുത്തശ്ശി തിരിഞ്ഞു നോക്കി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മണിയെ വ്യക്തമായി കണ്ടു. "Mani," she exclaimed, clapping her hands with joy. "How nice you look. What a fine boy I have brought up. But you do need a haircut and a wash and buttons on your shirt and a new pair of shoes. Come along to the bazaar." "മണി," അവർ സന്തോഷത്തോടെ കൈകൊട്ടി വിളിച്ചു. "എത്ര സുന്ദരനാണ് നീ! എത്ര നല്ല കുട്ടിയാണ് ഞാൻ വളർത്തിയത്. പക്ഷേ നിനക്ക് മുടി മുറിക്കണം, കൂടാതെ ഒരു കുളിയും ഷർട്ടിൻ്റെ ബട്ടണുകളും പുതിയ ഷൂസും വേണം. ബസാറിലേക്ക് വാ." "First have your new glasses made," said Mani, laughing. "Then we will go shopping." ആദ്യം പുതിയ കണ്ണട ഉണ്ടാക്കി വാ, മണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. A day later, they were in a bus again. Granny had a window seat and Mani sat beside her. He had new shoes and Granny had a new umbrella, and they had also bought a thick wooden Tibetan pullover for Mani's father, and seeds and bulbs and a cowbell. ഒരു ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും ഒരു ബസ്സിൽ കയറി. മുത്തശ്ശിക്ക് ജനാലക്കരികിലുള്ള സീറ്റും മണി അവരുടെ അരികിലായും ഇരുന്നു. മണിക്ക് പുതിയ ഷൂസും മുത്തശ്ശിക്ക് പുതിയൊരു കുടയും ഉണ്ടായിരുന്നു. മണിയുടെ കട്ടിലിന് വേണ്ടി അവർ ഒരു കട്ടിയുള്ള കമ്പിളി ടിബറ്റൻ പുള്ളോവറും വാങ്ങി. വിത്തുകളും ബൾബുകളും കൗബെല്ലും അച്ഛനു വേണ്ടിയും വാങ്ങി. As the bus moved off, Granny looked eagerly out of the window. She could see many things that she hadn't seen for a long time. Distant villages, people working in the fields, milkmen on the road, 2 dogs rushing along beside the bus, monkeys in the trees, and most wonderful of all, a rainbow in the sky. She couldn't see perfectly, of course, but she was very pleased with the improvement.
ബസ് നീങ്ങി തുടങ്ങിയപ്പോൾ മുത്തശ്ശി ജനാലയിലൂടെ ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി. വളരെ കാലമായി കാണാത്ത പലതും അവർക്ക് കാണാൻ കഴിഞ്ഞു. ദൂരെയുള്ള ഗ്രാമങ്ങൾ, വയലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, റോഡിലെ പാൽക്കാർ, ബസ്സിനരികിൽ ഓടുന്ന 2 നായ്ക്കൾ, മരങ്ങളിൽ കുരങ്ങുകൾ, എല്ലാറ്റിനുമുപരി ആകാശത്ത് ഒരു മഴവില്ല്. തീർച്ചയായും അവർക്ക് പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ പുരോഗതിയിൽ അവർ വളരെ സന്തുഷ്ടയായിരുന്നു. മണി വാച്ച്ഡ് ഫോർ എ ടൈം and listened to her excited chatter. Then his head began to nod. It dropped against Granny's shoulder and remained there. Comfortably supported, the bus swerved and jolted along the winding mountain road, but Mani was fast asleep. മണി കുറച്ചുനേരം അവരുടെ ആവേശകരമായ സംസാരം ശ്രദ്ധിച്ചു. പിന്നെ അവൻ തലയാട്ടി തുടങ്ങി. അത് മുത്തശ്ശിയുടെ തോളിൽ വീണു സുഖകരമായി താങ്ങി നിർത്തി. അവിടെ തന്നെ തുടർന്നു. ബസ് വളഞ്ഞു പൊളഞ്ഞ മലമ്പാതയിലൂടെ കുലുങ്ങി. പക്ഷേ മണി ഗാഢനിദ്രയിലായിരുന്നു. അപ്പോൾ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പാഠഭാഗം വൃത്തിയായി മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.